ഇവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ഇവര് കേക്ക് കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. റിജൽ ബേബി എന്തോ എന്റെ കയ്യില് കണ്ടോ എന്താന്ന്? പ്ലം കേക്കും പിന്നെ ക്രീം കേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ക്യാരറ്റ് കേക്ക്. കുട്ടൂസ് കേക്ക് കൊണ്ടുവന്നതേ തരാൻ വേണ്ടിട്ടാ. പാട്ട് കഴിഞ്ഞിട്ട് തരുമല്ലോ. പാട്ട് കഴിഞ്ഞ് ഉറപ്പായിട്ട് തരും. കേക്ക് കഴിച്ചിട്ട് നീ പോയാ മതി. ഏത് കേക്കാ വേണ്ടേ? ഏതായാലും പ്രശ്നമില്ല. വലിയ ഇഷ്ടാ. ക്യാരറ്റ് കേക്ക് ഇഷ്ടമാണോ? ക്യാരറ്റ് കേക്ക് ഇതുവരെ തന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ടേസ്റ്റ് അറിയാം. നമുക്ക് കഴിച്ചു നോക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് ഇഷ്ടമാണോ? പിന്നെ പ്ലം കേക്ക് ഇഷ്ടമാണോ? പ്ലം കേക്ക് അതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. തലയാട്ടല് ഒരു വിശേഷം പറയട്ടെ. പറഞ്ഞോ. ടോപ്പ് സിംഗറിന്റെ ഒരു വലിയ ഫാൻ ഉണ്ട്. ആ ആന്റിയുടെ പേര് സുലൈഖ എന്നാണ്. എവിടെയാ വീട്? എന്റെ നാട്ടിലെ അവിടെ തന്നെ. ആ ആന്റിയുടെ ടെക്സ്റ്റൈൽസാ. ടെക്സ്റ്റൈൽസ്. ഓക്കെ. നമ്മ ആടെ പോയി. ഒരു വൈറ്റ് പാന്റ് ആയിരുന്നു വേണ്ടത്. അപ്പൊ അത് ആടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മ ഇല്ലത് എടുത്തിട്ട് പോയി. എന്നിട്ട് വീട്ടിലൊരു 9:30 ആവുമ്പോണ്ട് ഒരാള് ബെല്ലടിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ സുലേഖ ആന്റിയും സുലേഖ ആന്റിയുടെ മോനും വെള്ള പാന്റും എടുത്തിട്ട് ഈ ഡ്രസ്. പിന്നെ ഒരു ചോക്ലേറ്റും തന്നു, പിന്നെ ഒരു ഉമ്മയും തന്നു. അത് ശരി. കൊള്ളാലോ. കോളടിച്ചല്ലോ. അല്ല, പാന്റാണ്. പോക്കറ്റ് ഉണ്ട്. ഇത് വൈറ്റ് കളർ അല്ല അല്ലേ? ക്രീം. പക്ഷെ എങ്ങനെ പോക്കറ്റിലോട്ട് ഇടാൻ നമ്മളിങ്ങനെ കുരിയണ്ടേ? മിഠായി മഴ വീണാൽ അവൻ അതാണ് പരിപാടി. സ്റ്റൈലിനിട്ടതല്ലേ? അതെന്റെ പാട്ടുപാടിയാലൊക്കെ മധുരമഴ പെയ്യും. മധുരമഴ പെയ്യിക്കോ? അറിയില്ല, ഇന്നറിയില്ല. നോക്കല്ല, പെയ്യിക്കെന്ന് പറയേ. ചെലപ്പോ പെയ്യുമായിരിക്കും. എല്ലാരും ആയിരിക്കും അത്ര ഉറപ്പില്ല. ഇന്ന് മധുരമഴ പെയ്യെന്ന് പറഞ്ഞ പാടിക്കോ. പെയ്യ്. ഓക്കെ. റിജുവലിന്റെ പരിപാടിയല്ലേ? പോയി ഇടിക്കുക, പോയി വഴക്കൂടുക. ഞാനിപ്പോ അതെല്ലാം നിർത്തി. നല്ല കുഞ്ഞായി. നിർത്തി. സാംസോണിക്ക് നല്ല ഇടി കൊടുത്തോ? ഞാൻ ഇന്നലെ കൊടുത്തിട്ടില്ല. മിഞ്ഞാന്ന് കൊടുത്തു. അപ്പം ഓരോ ദിവസം എല്ലാ ദിവസവും കൊടുക്കും അല്ലേ? കിട്ടുന്ന ദിവസം കൊടുക്കും. ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ ഞാനവന് കൊടുത്തിട്ടില്ല. പക്ഷെ അവനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുമില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കട്ടൊന്നുമില്ല. ഇല്ല, ഇനി ഇടിക്കൊന്നുമില്ല. നല്ല കുട്ടിയായില്ലേ? കഴിഞ്ഞ സീസണിലെ കേരേട്ടന്റെ പോലെയായിരുന്നു. ഇപ്പൊ എല്ലാം നല്ലവനായി. അതെ. അയ്യോ, അവൻ നല്ലവനായ പോലെയാണോ? അപ്പൊ പാട്ട് ഏതാണ്? കിളി ചിലച്ചു. കിളി ചിലച്ചു. എന്തിനാ ചിലച്ച്? പാട്ടില് ചിലച്ചു. ഓക്കെ. എന്നിട്ട് ചിലച്ചിട്ട് കൈ വള ചിരിച്ചു. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞോ. സിനിമ സമസ്യ, ഇയർ 1976, മ്യൂസിക് ഉദയഭാനു സാറ്, ലിറിക്സ് ONV കുറിപ്പ് സാറ്, പാടിയത് യേശുദാസ് സാറ്. പിന്നെ തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. മുകളിലേക്ക് നോക്കിയൊന്ന് പറഞ്ഞേക്കാം. മധുരമഴ പെയ്യണേ. മഴ പെയ്യണേ. നീ പാടിക്കോ. താങ്ക് യു.
ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു ഒരു സുഖ നിമിഷത്തിൻ നറുമണമോ അതിലൂറും നിർവൃതി തേക്കണമോ പ്രിയമൊഴി നിന്നാത്മാവിൽ നിറഞ്ഞു നിന്നു ഇതിലേ വാ തിന്നലേ നീ ഇതിലേ വരൂ ഇവളെ നിൻ മുത്തുകളാൽ അലങ്കരിക്കൂ കിളിച്ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കിളിച്ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കണ്ടോ ഇപ്പൊ കിട്ടിയില്ലേ? കിട്ടി കിട്ടി. ഉജ്ജ്വല എന്തോ ഉജ്ജ്വലിനൊരു മധുരം തരണം ഈ പാട്ടിന് വാ ഉജ്ജ്വല എന്തോ ഉജ്ജ്വലിനൊരു മധുരം തരണം ഈ പാട്ടിന് വാ ഇതിലേ വാ തിന്നലേ ഇത് കുഞ്ഞൂസ് കുട്ടൂസിന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് അതെ. അതാണ് അങ്കിള് തരണം കേട്ടോ. ഇത് കുഞ്ഞൂസല്ല, നമ്മൾ എല്ലാരും കൂടെ തരുന്നതാ. മുത്തുകളാൽ യെസ്. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റാ സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റാ. കഴിച്ചോ, എടുത്തോ. അമ്മയ്ക്ക് ഇത് കൊടുക്കാം. കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി സന്തോഷല്ലേ? സന്തോഷം. ഇനി ക്രിസ്മസിന് കേക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. ഇനി എന്ത് വേണം ക്രിസ്മസിന്? ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. അതിനെ അടിച്ചു പിന്നെ പൊളിക്കണം. മാർക്ക് കിട്ടുമോ നോക്കണ്ടേ? നല്ല മാർക്കാണോ? ആ. എത്ര ഒരു 98 ഒക്കെ കിട്ടിയാ നല്ല മാർക്കല്ലേ? യെസ്. അവൻ 98 സൂപ്പർ മാർക്കാണ്. അത് മതിയോ? ആ മതി. ശരി, അവൻ 98 കൊടുത്തേക്കാം. ആഗ്രഹം പോലെ കിട്ടിയല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട മാർക്ക് 98 ആണെന്ന് തോന്നുന്നു റിജുൽ കുട്ടന്. അതെ. 99 ഇഷ്ടം. ഇഷ്ടാണോ? 100 ഇഷ്ടല്ലേ? 100 ഭയങ്കര ഇഷ്ടം. പക്ഷേ ക്രാക്ക് ഒക്കെ വീണില്ല, അതുകൊണ്ട് ക്രാക്ക് വീണത് കൊണ്ട് അത് നമുക്കൊന്നാ നോക്കാം. കൊടുത്തേക്കാം കുട്ടഞ്ഞേട്ടാ. മധു 98 അല്ലേ 98 ആ കൊടുത്തു. തരട്ടെ. ക്രാക്കാണ് ഒരു വലിയ പ്രശ്നം. ക്രാക്ക് പ്രശ്നമാണ്. പക്ഷെ മഞ്ഞല്ലേ, തണുപ്പത്ത് ക്രാക്ക് ഒക്കെ വരും. ക്രാക്ക് ഈ ഇത്രയും തണുപ്പത്ത് മഞ്ഞ് കണ്ട പെയ്ത് ഇത്രയും മഞ്ഞ് കിടക്കുന്നത്. പെയ്ത് കിടക്കുന്നതുകൊണ്ട് ക്രാക്ക് വരും. വെള്ളിയും സ്വർണ്ണമൊക്കെ വീഴുന്നുണ്ട്. തണുപ്പായോണ്ടാണല്ലേ? അതെ. സ്നോ. Okay. റുജുൽ കുട്ടൻ going to be awarded 100 on 100 today. ഒരങ്ങനെ ഒരു മധുരമഴ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. കേക്കിന്റെ അപ്പുറം മുട്ടായി. യെസ്. ലക്കി ഡ്രസ്സാണ്. ടോപ്പ് സിംഗറിൽ ജേണിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരുടെ ജേണിയിൽ ഇങ്ങനെയുള്ള ചില വണ്ടർഫുൾ ആയിട്ടുള്ള മോമെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് 100 on 100 തന്നെ കൊടുക്കണം. യെസ്. എക്സ്ട്രാ ഓർഡിനറി സിംഗിങ് ആയിരുന്നു. മാത്രം നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു. The journey is important than the destination. യെസ്. Yes. അതില്ലേ നേരത്തെ ഒരു ആന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സുലേഖ ആന്റി. ആന്റിക്കും ആ ആന്റിയുടെ കുടുംബത്തിനും ഒരു ഹായ് കൊടുക്കുവോ? സുലേഖ സുലേഖ ആന്റി. അവരുടെ കുടുംബത്തിനും കുടുംബത്തിനും. എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. ഹായ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ.
ഇത് മാത്രല്ല വേറൊരു ഹാപ്പി കാര്യവും കൂടി ഇനി ഒരു 100 കൂടെ അടിച്ചാൽ ഹാട്രിക് ആവും. കഴിഞ്ഞ തവണ 100 ആയിരുന്നല്ലേ? ആ കഴിഞ്ഞ തവണ 100 ആയിരുന്നു. ഹാട്രിക് ചാൻസ്. അതെ. ക്രിക്കറ്റ് കളിക്കുന്ന ആളല്ലേ? ഇതിപ്പോ ഹാട്രിക് ചാൻസ്. അയ്യോ ഈ 100 അടിക്കുക എന്നുള്ളത് റിജ്വലിന്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. മാറട്ടെ. അതെ, വേറൊരു ലക്കി കാര്യം കൂടി ഉണ്ട്. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ റിജ്വൽ കുട്ടനാണ്. ആരാ വരണ്ടേ ഇവിടുന്ന് പെർഫോമർ ഓഫ് ദ ഡേ തരാൻ? മൂന്നാളി ഒരുപോലെ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം കുട്ടൂസാണല്ലോ തന്നത്. ആ അതാ. അപ്പൊ ഇപ്പൊ ആരാ വേണ്ടേ? മധു സാറ്. ഓക്കെ, ഐ ആം കമിങ്. മനസ്സിലായില്ലേ? എന്റെ പല്ലുകൾ കണ്ടിട്ടേ തുടങ്ങി. ഹായ് തിളങ്ങുന്നല്ലോ. പല്ലുകൾ തിളങ്ങുന്നുണ്ടല്ലോ. ഇതാ പിടിച്ചോളൂ, വില്ലി വൈ ഇനിയും തിളങ്ങും. അതിനകത്തോട് ഇട്ടോ മിഠായി. അത് മിഠായിനകത്തേക്ക് ഇട്ടോളൂ. റിജ്വൽ കുട്ടന് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു മധു. ടാറ്റാ. ടാറ്റാ.